ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാസ്കാണ്. ഈ മാസ്ക് എല്ലാവർക്കും അറിയായിരിക്കും, മണിയേസ്റ്റിലെ മാസ്കാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മാസ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ആവുമോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആവശ്യമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബലൂണാണ്. ബലൂണ് ഒരു മീഡിയം സൈസ് ബലൂണാണ്. അതുകൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ മാസ്കിൻ്റെ ഷേപ്പ് ബലൂണിൻ്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വേണ്ടത് ന്യൂസ് പേപ്പറാണ്. പിന്നെ വേണ്ടത് വൈറ്റ് പേപ്പർ, കത്രിക, അതുപോലെ തന്നെ ഫെവിക്കോൾ കുറച്ച് വേണ്ടി വരും. ഒരു 10 രൂപ 2 ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രഷും അതുപോലെ തന്നെ ആവശ്യമായ കളറും മാർക്കർ, ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആദ്യമായിട്ട് വേണ്ടത് ബലൂണ് വീർപ്പിക്കുക. ഒരു മീഡിയം സൈസ്, അധികം വലുതാകാൻ പാടില്ല, അധികം ചെറുതാകും. നമ്മൾ മുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതുപോലെ വീർപ്പിക്കുക. അതിനുശേഷം പേപ്പർ, ന്യൂസ് പേപ്പർ സ്ക്വയറായിട്ട് ചെറിയൊരു സ്ക്വയറായിട്ട് പീസായിട്ട് കട്ട് ചെയ്യുക. വൈറ്റ് പേപ്പർ അതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാസ്കിൻ്റെ ഷേപ്പ് ബലൂണിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കുക. അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചാൽ മതി. ഞാനിപ്പം ജസ്റ്റ് ഒരു ഷേപ്പ് തന്നെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ഉണ്ടോ അതുപോലെ വരക്കുക. അപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് മാത്രം പേപ്പർ ഒട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ പേപ്പർ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസ്ക് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടി ഫസ്റ്റ് ഗ്ലൂ, അതായത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിക്കണം. അപ്പം പേപ്പർ കുറച്ച് അത്യാവശ്യം നല്ലോണം ഒട്ടിക്കണം. അപ്പം ആ പേപ്പർ ഫസ്റ്റ് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ പേപ്പർ ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒട്ടിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഈ ന്യൂസ് പേപ്പർ അത്യാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ വൈറ്റ് പേപ്പർ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പേപ്പർ അതിൻ്റെ മേലെ ഇതുപോലെ അപ്ലൈ ചെയ്തണം ഫുള്ളായിട്ട്. അപ്പോൾ കളർ ചെയ്ത സമയത്ത് ആ പേപ്പർ ഉണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം വൈറ്റ് പേപ്പർ ആകുമ്പോൾ കറക്റ്റ് കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഉണങ്ങാൻ വെക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി നടക്കും. ഞാനിപ്പം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ബലൂൺ റിലീസ് ചെയ്തത്. അത് പേപ്പറിൽ നിന്ന് റിലീസ് ചെയ്തത് ഒരു ദിവസം എടുത്തു. അപ്പോൾ നന്നായി ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ബലൂണ് ഒന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കെട്ടയച്ച് വിടുകയോ ചെയ്യുക. ഞാനിപ്പം ബലൂണ് കെട്ടയച്ചിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബലൂൺ കാണാം. ജസ്റ്റ് ബലൂണ് കെട്ടഴിക്കാൻ പാകത്തിലാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ കെട്ടയച്ചു. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മാസ്ക്, നമ്മൾ ഏത് മാസ്കാണ് ഉദ്ദേശിക്കുന്നത് ആ മാസ്കിൻ്റെ ഫേസിൽ വേണ്ട അവയവങ്ങൾ നമ്മൾ അവിടെ വരച്ചു കൊടുക്കുകയോ. ഞാനിപ്പോൾ നോസ് മാത്രം സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം കളർ ചെയ്തിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഒട്ടിച്ച സമയത്ത് ഓരോ സൈഡിൽ പൊസിഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഔട്ട്ലൈൻ ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പം കറക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് കറക്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ അവയവങ്ങൾ നമുക്ക് ചിത്രത്തിലൂടെ, അതായത് മാസ്കിൻ്റെ പിക്ചറിൽ ഉള്ളതുപോലെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നോസ് മാത്രം ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഞാൻ ഡ്രോയിങ്, അതായത് സ്കെച്ചും വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ കണ്ണ് വരച്ചിട്ടുണ്ട്. പിന്നെ നോസ് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയത്, അതായത് പേപ്പർ കൊണ്ട് ജസ്റ്റ് അതിൽ നിന്ന് മാസ്കിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ടാക്കിയത്. അപ്പം നോസിൻ്റെ ഒരു ചെറിയ അളവെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ തിരിയല്ല. അപ്പോൾ അങ്ങനെ അളവെടുത്തിട്ട് ജസ്റ്റ് വരച്ചിട്ട് എങ്ങനെയാണെന്ന് ഒട്ടിക്കാൻ പാകത്തിൽ എങ്ങനെയാണെന്ന് മുറിച്ചെടുക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് കൂടി സാധാരണ നോസ് വരക്കുന്ന പോലെ വരക്കുക. അപ്പം വരച്ചതിന് ശേഷം എക്സ്ട്രാ 2 ലൈനും കൂടി വരക്കാനുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ വരക്കുന്നത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അവിടെ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് ബെൻഡ് ചെയ്ത് മടക്കിയിട്ട് അവിടെ ഒട്ടിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എക്സ്ട്രാ ഒരു ലൈന് അതിൻ്റെ സൈഡിൽ വരക്കുക. ഇതുപോലെ ലെഫ്റ്റിലും അതുപോലെ തന്നെ റൈറ്റിലും വരക്കുക. എന്നിട്ട് അത് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഫോൾഡ് ചെയ്താൽ നമുക്കവിടെ പൊസിഷനിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം സെൻറ്ററിൽ ഒരു ഫോൾഡ്, അപ്പോൾ അത് മാസ്കിൽ നിന്ന് ഉയരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സൈഡിൽ 2 ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ സൈഡ് 2 ഫോൾഡ് ചെയ്തെന്ന് വെച്ചാൽ അത് അവിടെ നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ്. ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അവിടെ ഒട്ടിക്കാം. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ആ 2 സൈഡിൽ ഗം വെച്ചിട്ട് ഒട്ടിക്കുക. അത്രേ പണിയുള്ളൂ.
അപ്പോൾ മൂക്ക് നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മീശയും അതുപോലെ തന്നെ പിരികും വരക്കണം. അപ്പോൾ അത് വരച്ചതിന് ശേഷം ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരക്കുക, പിന്നീട് കളർ ചെയ്യുക. അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ നമുക്ക് വായിച്ചിട്ട് വീണ്ടും വരക്കാൻ പറ്റും. സ്കെച്ച് ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പം മീശയും പിരികും കളർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫേസിൻ്റെ അതിൻ്റെ ഒരു മഞ്ഞ ചന്ദന കളർ അതും കൂടി നമ്മൾ കൊടുക്കുക. മാസ്കിൻ്റെ ഓൾമോസ്റ്റ് പരിപാടി ഇപ്പോഴും തീർന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നൂലോ അതുപോലത്തെ റബ്ബർ ബാൻഡോ ഒന്നെങ്ങായിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം റബ്ബർ ബാൻഡ് സ്റ്റാപ്ലെയർ വെച്ചിട്ട് അവിടെ പിൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെന്ന് കാണാം. കണ്ണിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് പിൻ ചെയ്തിരിക്കുന്നത്. അപ്പം സ്റ്റാപ്ലെയർ എടുത്തിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് സ്റ്റാപ്പിനോട് അവിടെ പിൻ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് പിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളെ മാസ്കിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.